ഹായ് ഹലോ എല്ലാവർക്കും അഗ്ഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ ഞങ്ങൾ ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരു പവർ നാപ്പൊക്കെ എടുത്തിട്ട് ഈവനിങ് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോകാമെന്ന് കേട്ടോ. സൺഡേ ആണല്ലോ, ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. പിന്നെ മൊത്തത്തിൽ ദുബായ് ഒരു ക്രിസ്മസ് വൈബിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. എല്ലായിടത്തും ഇതുപോലുള്ള ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സൂഖ് മദീന ജുമേറയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വിൻ്റർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് വരെ എന്തോ ആണുള്ളത്. അപ്പോൾ ക്രിസ്മസിന് മുമ്പ് എവിടെയൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അൽസീഫ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കയറി കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക മാർക്കറ്റ്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. റോഡൊക്കെ ഒരു സൈഡ് പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാർക്കിങ്ങും ഇല്ല എന്ന് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയോ ഭാഗ്യം കൊണ്ടൊരു പ്ലോട്ട് കിട്ടി കേട്ടോ. പിന്നെ അതുപോലെ എന്താ പറയുക, ഇവിടെ ഫ്രീ എൻട്രി ആണ്. എൻട്രി മാത്രമേ ഫ്രീ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിനും ടിക്കറ്റും വേണം. അപ്പോൾ വൈകുന്നേരം ഒരു മഴയുടെ അലർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴ പെയ്യുമെന്നൊക്കെ പേടിച്ചാണ് വന്നത്. മൊത്തത്തിൽ ഇരുണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. എന്നാലും പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ടൈമിലെത്തി. നല്ലൊരു ടൈമിനാണ് കേട്ടോ എത്തിയത്. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ പോരാനൊക്കെ ആയപ്പോഴേക്കും നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് ആൾക്കാരായിരുന്നു കേട്ടോ. ചിലപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കണം, ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അകത്ത് കയറിപ്പെട്ടു കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പെയിൻറ്റിങ്, പിന്നെ ഈ ഒരു ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് പോലെ അതുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ല നല്ല പ്ലോട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുട്ടി കുട്ടി സ്റ്റോറുകളുണ്ടായിരുന്നു, ഇതുപോലെ ക്രിസ്മസ് വൈബിലുള്ള ഐറ്റംസ് വാങ്ങാൻ പറ്റുന്നത്. പിന്നെ ഒരു ഹ്യൂജ് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. ഒരുപാട് സാന്റാക്ലോസിൻ്റെ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് അമ്മുമ്മയൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയെന്നൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് ഇനി ടിക്കറ്റ് എടുക്കണമായിരിക്കും അവരെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കത് മിസ്സായിപ്പോയി. പിന്നെ ഇതാ ഇതുപോലെയുള്ള ഒരുപാട് ക്രിസ്മസ് വൈബിലുള്ള ഐറ്റംസൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ പ്ലേസ് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഈ ഒരു സാൻഡ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഈ ഒരു പോണ്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോകുന്നതാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ക്രിസ്മസ് ട്രീൻ്റെ അടിയിലൊരു ചെറിയ ട്രെയിനും. പിന്നെ അവർക്ക് കുട്ടികൾക്ക് പറ്റിയിട്ട്, മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഒരുപാട് ഫുഡിൻ്റെ സ്റ്റോളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ലൈവ് മ്യൂസിക് ഉണ്ട്. രാത്രിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് പോയിട്ടോ. കാരണം അത്ര തിരക്കായിരുന്നു. പിന്നെ അലുക്കുട്ടൻ അവിടെ എത്തിയപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര കരച്ചിലും ആകെ ഒരു വാശിയൊക്കെ ആയിരുന്നു. അവനൊരു എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ അപ്സെറ്റ് ആയിരുന്നു അവൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ ഒരു മഴയുടെ ലക്ഷണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. നമുക്ക് ശരിക്കും അങ്ങനെ ഒരു വൈബ് അടിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇരിക്കാൻ പോലും ഒരു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്ര തിരക്കായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഒരു സ്നോ പോലത്തെ ഏരിയയാണ്. തെർമോക്കോളാണ് അത്. പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അല്ലുകുട്ടനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ പോകാൻ. പക്ഷെ അവൻ നിലത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കുട്ടൂൻ്റെ തലയിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഒന്നത് നല്ല തണുത്ത കാറ്റായിരുന്നു, ഭയങ്കര തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഞങ്ങൾ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പൊക്കെ കൊണ്ട് കുട്ടൂൻ്റെ തലയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ആകെ ഒരുമാതിരിയായിരുന്നു കേട്ടോ അവൻ്റെ സ്വഭാവം. പക്ഷെ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഓരോരുത്തർ ഇങ്ങനെ ക്രിസ്മസ് ഡ്രസ്സിലൊക്കെയാണ് കേട്ടോ വരുന്നത്. മൊത്തത്തിൽ എന്താ പറയുക, ക്യാപ്പൊക്കെ വെച്ച് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ക്രിസ്മസ് വൈബിൽ മൊത്തം കൂടുതലും ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അകത്തുള്ള മാളുകളും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. കാരണം മൊത്തത്തിൽ തിരക്കായതുകൊണ്ട് പിന്നെ ഇനി അങ്ങോട്ടൊന്നും പോയി നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് കുറേ നേരമൊക്കെ ഇവിടെയൊക്കെ നിന്ന് ഇതൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴും ഇവൻ ഈ കരച്ചിലും ബഹളമായതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ആകെ അങ്ങ് മൂഡ് പോയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങ് പോയാൽ മതി എന്നായിരുന്നു. കുറേ നേരം ഞാൻ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, ഏട്ടൻ്റെ അടുത്ത് തന്നെ പോകണം. ഏട്ടനും അവനെ എടുത്തിട്ട് ആകെ കൈവേദനയായി അങ്ങനെയൊക്കെ ആകെ നടക്കുമായിരുന്നു. അവൻ തീരെ നടക്കുന്നില്ലായിരുന്നു.
അപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഒരു മണിക്കൂറൊക്കെ അവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ടുണ്ടാവും. പിന്നെ കുട്ടുവിൻ്റെ ഓഫീസിലുള്ള ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവരോടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് പോരാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണ് ഫുള്ള്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് അല്ലുകുട്ടനെ ഒന്നും എടുക്കാൻ അവൻ സമ്മതിച്ചില്ല. അവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോ അങ്ങനെ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഹോട്ട് ഡോഗ് ഇവിടെ ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്കതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും കഴിച്ചു നോക്കിയില്ല കേട്ടോ. പിന്നെ എന്താ ഈ ഒരു പോസ്റ്റിൻ്റെ അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അല്ലുക്കുട്ടനെ നിർത്തിയിട്ട് തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ അവൻ്റെ മൂഡ് ശരിയായിരുന്നെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വൈബടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൻ ആകെ എല്ലാം കൊളാക്കി കളഞ്ഞു. പോരാനൊക്കെ ടൈം ആയപ്പോഴേക്കും കണ്ടോ എത്രയോ ആൾക്കാരാണെന്നറിയോ. പിന്നെയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, കാരണം രാത്രിയാണ് കൂടുതലും ഇവിടെ പരിപാടിയൊക്കെ ഉള്ളത് തോന്നുന്നു. അതുകൊണ്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടു. അപ്പം ഞങ്ങൾ അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റിങ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 8 മണിക്കോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ടൈമിങ് വരുന്നത്. 5 മണിക്കാണ് ഇവിടെ ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ ഓണാവുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു തിരക്കുന്ന് ഞങ്ങൾ ഒരുവിധം എന്താ തിരിച്ച് പുറത്തേക്ക് എത്തി. പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നും ഇല്ലയെന്നാണ് കണ്ടത്. എങ്ങനെയോ ഒരു വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയതാണ്. അവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ നമ്മൾ ഇട്ടതും. അപ്പോൾ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഈവനിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര അതിഷ്ടമായി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കഴിഞ്ഞിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ രാത്രി വരെ ഇവിടെ നിൽക്കണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ അല്ലുക്കുട്ടൻ എന്താ കണ്ടോ, അവിടെ നിൽക്കാൻ പോലും അവൻ എന്താ പറയുക കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇനി എന്തിനാ അവിടെ നിന്ന് ടൈം കളയുന്നതെന്ന് വിചാരിച്ച് കറങ്ങി തിരിയാതെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇറങ്ങുമ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പോരുമ്പോഴേ ഒരു സൈഡ് റോഡൊക്കെ ബ്ലോക്കായിരുന്നു. അവർ ഇതിലേക്കുള്ള വഴിയൊക്കെ തിരിച്ചു വിട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയോ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും ഫുഡ് എന്താ പറയുക രാത്രിക്ക് പുറത്തുനിന്ന് കഴിക്കാനായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലുലു പോയിട്ട് കഴിക്കാം. അങ്ങനെ ആകുമ്പം എന്താ പറയുക നമുക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. പിന്നെ അടുത്ത് തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നേരെ സിലിക്കൺ സെൻറ്ററിൽ ഇറങ്ങി. അവിടെ പോയിട്ട് അവിടുന്ന് ലുലുന്ന് എന്താ പറയുക ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായപ്പോഴേക്കും അല്ലുക്കുട്ടനും സെറ്റായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ അതിനകത്ത് തന്നെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളത് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അവനൊരു ചോക്ലേറ്റ് ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു കൊടുത്തപ്പം അവൻ സെറ്റായി. വീടെത്തിയപ്പോൾ അവൻ സെറ്റായി കേട്ടോ. പിന്നെ ഫുൾ ഓണായിരുന്നേ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.